മക്കളെ ഇവനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾക്ക് നീതി വേണം. പല കുടുംബങ്ങളും ഇവന്റെ പേരിൽ വളരെ കഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാം ചതിച്ചവനാ. ഇവന്റെ ഫോട്ടോ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് ഇവനെ എവിടെ കണ്ടാലും ഞങ്ങൾ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചറിയിക്കണം പ്ലീസ്. നമുക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. മാത്രമല്ല ഇവന് പലരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നാട്ടില്. ഓരോ പോലീസുകാരും പറയുന്നത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിപ്പിക്കുന്ന പറഞ്ഞു. അപ്പൊ നമുക്ക് ഇൻഷുറൻസ് പോലും കിട്ടാത്ത അവസ്ഥയിൽ ഈ പോലീസുകാരാക്കി വെച്ചിട്ട്. ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഞാൻ പിന്നെ എൻ്റെ വൈഫിന്റെ പേരിൽ ഒരു വണ്ടി എടുത്തിരുന്നു. KL84B1754 എന്നാണ് ആ വണ്ടി നമ്പർ. ആ വണ്ടി ഞാൻ ഫൈനാൻഷ്യൽ പ്രശ്നം വന്നപ്പോൾ OLX ഇട്ട് വിൽക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു. ആ വണ്ടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗൾഫിലാണെന്ന് പറഞ്ഞ് അൻസൽ ഹബീബ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചു. എന്നിട്ട് പിന്നെ അതിനുശേഷം എന്നോട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞു. ആലുവയിൽ വരാൻ ഞാൻ വിസമ്മതിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾ ചെലവിന് പൈസ ഞാൻ അയച്ചുതരാം, 2000 രൂപ ഞാൻ അയച്ചുതരാൻ പറഞ്ഞിട്ട് അയച്ചുതരികയും ചെയ്തു. എന്നിട്ട് അതിനുശേഷം പിറ്റേന്ന് ഞാൻ പിന്നെ ഏത് ദിവസമാണ് വരുന്നതെന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഒരു പിന്നെ ജൂലൈ 25-ന് 2023 വർഷം ഞാനിവിടെ ആലുവയിൽ എത്തിയ സമയത്ത് അവൻ വേറെ ഏതോ ഒരു വ്യക്തിയെ അയച്ചുകൊണ്ട് വണ്ടി എടുത്തിട്ട് ഒരു പോകുന്ന അവസ്ഥയിൽ വണ്ടിയും കൊണ്ട് പോയി. അവൻ സംസാരിച്ച് ഒരു ചായ കുടിക്കുന്ന ഒരു ഗ്യാപ്പിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. വണ്ടിയും കൊണ്ട് ഒരു പോക്ക് പോയി. ഇതിന് ശേഷം പിന്നെ താക്കോൽ ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചായ കുടിക്കുന്ന ആ ഭാഗത്ത് ചാവിയും മൊബൈലും ഒക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്, ആ ഒരു ചെറിയ ഗ്യാപ്പിൽ. അത് മാത്രമല്ല ഇത് നമ്മൾ പോയിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി പോയിട്ട് ഏകദേശം 2 മാസത്തിന് ശേഷമാണ് കേസ് എടുക്കുന്നത്. 2 മാസത്തിന് ശേഷം എത്രയോ മുഖ്യമന്ത്രിക്കും പിന്നെ ഓരോ സ്പീക്കർക്കും വരെ ഞങ്ങൾ പരാതി കൊടുത്തതിന് ശേഷമാണ് ഈ പരാതി എടുക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇവര് എന്ത് ചെയ്തിട്ടുണ്ട്, വിളിപ്പിക്കുന്നെന്നാ പറഞ്ഞു. ഓരോ പോലീസുകാരും പറയുന്നത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിപ്പിക്കുന്നെന്നാ പറഞ്ഞു. ഏത് മന്ത്രി എന്നുള്ളതൊന്നും നമ്മളോട് ഇതുവരെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം 2-3 മാസത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് FIR ഇടുന്നത്. ഈ FIRന് ശേഷം ഫൈനൽ റിപ്പോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇവനെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ടും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞങ്ങൾ ബാംഗ്ലൂർ പോലീസ് സ്റ്റേഷനിൽ അവനെ അറസ്റ്റ് ചെയ്ത സമയത്താണ് ഇവര് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വണ്ടി എവിടെയാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലും കഴിയാത്ത അവസ്ഥയിലാണ്. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓരോരുത്തരും പിന്നെ മന്ത്രിയുടെ PA, മന്ത്രിയുടെ സെക്രട്ടറി ഒക്കെ അതിനു വേണ്ടി വിളിപ്പിക്കുകയാണെന്നാ പറഞ്ഞു. അപ്പൊ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരെ കോള് പോയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഇൻഷുറൻസ് പോലും കിട്ടാത്ത അവസ്ഥയിൽ ഈ പോലീസുകാരാക്കി വെച്ചിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വിളി കൊണ്ട്, ഇവരുടെ അവസ്ഥ കൊണ്ട് നമ്മളെ ഇൻഷുറൻസ് വരെ കിട്ടാത്ത അവസ്ഥയിലാക്കി. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞത് ഒരു ദിവസം, നിങ്ങൾ പൈസന്റെ കാര്യത്തിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും ലോൺ അടക്കുന്ന അവസ്ഥ വരെയാണ്. ഓരോ മാസവും ലോൺ അടച്ച് നമുക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിക്കൊണ്ടിരിക്കുകയാണ്. മോഷ്ടിച്ചോണ്ട് ഇയാൾ വേറൊരാളെ വെച്ചിട്ട് മോഷ്ടിപ്പിച്ചതാണ്. ഇയാൾ എന്നെ വിളിച്ചു വരുത്തിയതാണ് ആലുവയിലേക്ക്. ഇയാൾ കാരണമാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. വിൽക്കാനെന്ന വ്യാജാന എന്നെ വിളിച്ചതാണ്. പിന്നെ എന്നെ വിളിച്ചാലൊക്കെ ഇവന് തെറിയാണ് എന്നെ വിളിക്കുന്നത്. ഇന്നലെ മെഞ്ഞാന്ന് ഞാൻ ഒരാൾ മുഖാന്തരം ഇവനെ വിളിച്ചപ്പോ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ എന്നെ തെറി വിളിക്കാണ്. പുതിയ വണ്ടി 2023 ജനുവരിയിൽ എടുത്ത വണ്ടിയാണ്. വീട്ടുകാരായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ ഓരോ മോശമായ രീതിയിലുള്ള അവസ്ഥകളാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. ഓരോ സമയത്തും നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മളോട് മോശമായിട്ട് പെരുമാറുക. എന്നിട്ട് പറയാണ് കേസ് കൊടുക്കും നിങ്ങളുടെ പേരിൽ. പിന്നെ എന്താണ് വ്യഭിചാരത്തിന് എന്താ പറഞ്ഞ് പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ പേടിപ്പിച്ചത്. ഇവിടെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ വേണ്ടി പോയപ്പോ ഇവിടെ പുറത്തിരുന്നിട്ട് സംസാരിക്കേണ്ട അവസ്ഥ വന്നു. പുറത്തിരുന്ന് സംസാരിച്ചു. അപ്പോഴും പറയുന്നു ഉള്ളിൽ കയറി എന്നും പറഞ്ഞിട്ട് ഉള്ളിൽ കയറ്റി സംസാരിക്കാൻ വേണ്ടി. നമുക്ക് നമ്മളെ വണ്ടി കിട്ടിയാൽ മതി. വണ്ടി കിട്ടി കഴിഞ്ഞാൽ അത് കൊടുത്തിട്ടാണെങ്കിൽ നമ്മളെ ഫിനാൻസ് ഒഴിവാക്കി കിട്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരം നടന്നത്. അൻസൽ ഹബീബ് എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവന്റെ പാസ്പോർട്ടിൽ ഒരു വിസ പോലും അടിച്ചിട്ടില്ല. ഞാൻ പിന്നെ ദുബായിലുള്ള പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരോട് ചോദിച്ചപ്പോഴൊക്കെ അവനെ കുറിച്ച് പറഞ്ഞത് ഒരു വിസ പോലും, ഒരു വിസിറ്റിങ്ങോ ഒന്നും ഇവന്റെ പേരിൽ അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ പാസ്പോർട്ടിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് പാസ്പോർട്ടിലാണ് അവന് പോയത്? അവിടെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ ഏത് പാസ്പോർട്ടിലാണ് അവൻ പോയത്? നാട്ടിലുണ്ടെന്നാണെന്നുള്ള അറിവാണ് നമുക്ക് കിട്ടുന്നത്. ഇവനെ ഈ പരിസരത്ത് വെച്ചിട്ട് 1-2 ആൾക്കാർ കണ്ടിട്ട് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട്. അൻസലിന്റെ വീട് ഇതാണ്. പൈസ 2000 രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്തത്. ഇവിടം വരെ ആലുവ വരെ വരാൻ ഞാൻ വരാൻ വേണ്ടിയിട്ട് വിസമ്മതിച്ച സമയത്ത് ഇവന്
പിന്നെ ചെലവിനെന്നും പറഞ്ഞിട്ട് ഇട്ടാന്ന പൈസയാണത്. 2000 രൂപ. പിന്നെ OLX മുഖാന്തരം OLXൽ ഞാൻ വിൽക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു. അതിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. രേഖകളും എല്ലാം എന്റെ ഒറിജിനലൊക്കെ എന്റെ കയ്യിലാണ്. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ അതിലുണ്ടായിരുന്നു, എന്റെ കയ്യിലാണ്. ഇയാളുടെ പേരിൽ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ആലുവ പോലീസ് സ്റ്റേഷനിൽ പോയപ്പം ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയാണ്. എന്താ കാരണം ഒന്നും പിടികിട്ടിയില്ല. അവസാന ഘട്ടത്തിലാണ് പിടികിട്ടിയത്. പിന്നെ മന്ത്രി ഓഫീസിൽ നിന്ന് പിന്നെ CCTV ഇവര് പിന്നെ അവിടെയുള്ള CCTV ഒക്കെ ഏകദേശം ചെക്ക് ചെയ്തു. അവിടെയുള്ള CCTVയിൽ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് ബോധ്യപ്പെട്ട സമയത്ത് ഇവര് FIR ഇട്ടത്. അതും 2 മാസത്തിന് ശേഷം. വണ്ടി കൊണ്ടുപോയത് ക്രിസ്റ്റി സ്റ്റീഫൻ മാത്യു എന്ന് പറയുന്ന ഒരാളാണ്, കോട്ടയക്കാരനാണ്. എന്റെ കാസർഗോഡ് മഞ്ചേശ്വരത്താണ് ഞാനിപ്പോ താമസം. തലശ്ശേരിയാണ് ശരിയായ സ്ഥലം, യഥാർത്ഥ സ്ഥലം തലശ്ശേരിയാണ്. മഞ്ചേശ്വരം കാസർഗോഡാണ് താമസിക്കുന്നത്. അവിടെ നിന്നാണ് വരുന്നത്. അതെ അതെ, കുഞ്ഞുങ്ങളായിട്ട്. ഓ, വണ്ടി എങ്ങനെയായാലും കിട്ടിയേ പറ്റത്തുള്ളൂ. കാരണം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ മകൻ ചെന്നൈയില് ബിടെക് പെട്രോളിയം പഠിക്കുമായിരുന്നു. എന്റെ മകനും അവന്റെ കൂടെ കുറെ കുട്ടികൾ. അവർ പാസ് ഔട്ടായി ഇറങ്ങിയ ഉടനെ ഇവൻ അന്ന് സൗദി അറേബ്യ ജോലി ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ വിസ കൊടുക്കാം, പെട്രോളിയം കമ്പനി വേക്കൻസി ഉണ്ട്, വിസ കൊടുക്കാമെന്നും പറഞ്ഞ് 9 കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് അവൻ പൈസ വാങ്ങി. 1,30,000 രൂപ, 1,40,000 രൂപ, അങ്ങനെ പല പല കണക്കിലാണ്, പല എമൗണ്ടാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അതുപോലെ പൈസ. എന്നിട്ട് കുറേ കുഞ്ഞുങ്ങൾ എൻ്റെ മകൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ അയച്ചു കൊടുത്തിട്ട് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്തേക്കുന്നത്. അത് ഇവൻ കൊടുക്കുന്നത് 1-2 അക്കൗണ്ട്, അവൻ്റെ മാത്രം അക്കൗണ്ട് അല്ല, പല അക്കൗണ്ടുകളിലാണ് ഇവൻ ഇടാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എല്ലാം കോപ്പികളുണ്ട്. ഗൂഗിൾ പേ ആയതുകൊണ്ടല്ല, എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് പോയത് 4 ലക്ഷം രൂപയും അല്ലാതെ കുഞ്ഞുങ്ങളെ മൊത്തത്തിൽ പോയേക്കുന്ന 10-11 ലക്ഷം രൂപയ്ക്ക് അടുത്തുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും, അതും പാവപ്പെട്ട കുഞ്ഞുങ്ങളാണ്. പാവപ്പെട്ട കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ വെറും പാവപ്പെട്ട കുഞ്ഞുങ്ങൾ. അവർ കഷ്ടപ്പെട്ട ലോണും അതും ഇതൊക്കെ എടുത്ത്. അല്ലല്ല, അവൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പത്തനാപുരത്ത് ഒരുപാട്, ഞാൻ പലതവണ അന്വേഷിക്കുമ്പോൾ പോലീസ് കേസ് കൊടുത്ത് അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ അൻസലിനെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടോ? അവന്റെ പേരിൽ ഒരുപാട് കേസുണ്ട്, ഇവിടെ ഞാൻ കേസ് കൊണ്ട് നിൽക്കാൻ വയ്യ, അവൻ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ, ഒന്ന് കണ്ടെത്തി തരാമോ എന്ന് അവർ നമ്മളോട് ചോദിക്കുക. അങ്ങനെ ഞാൻ 2022 അവന്റെ പേരിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടു. പക്ഷെ അത് കോടതി രജിസ്റ്റർ ചെയ്തേക്കുന്ന 2024 അതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അത്രയും താമസിച്ചു. നമുക്ക് അത് കഴിഞ്ഞ് അവർ പറഞ്ഞ അവൻ അബ്സ്കോണ്ടിങ് ആണ്, നിങ്ങൾക്ക് അവനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുന്നെങ്കിൽ ഞങ്ങളെ കൂടെ അറിയിക്കുക എന്നാണ് പറയുന്നത്. എനിക്ക് നീതി കിട്ടിയേ പറ്റൂ. എനിക്ക് കാരണം ഈ പാവപ്പെട്ട ഇവിടെ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ അവര് പറഞ്ഞത് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, ഞാൻ നിങ്ങളോട് വാങ്ങിയില്ല, അവൻ ഇവിടെ ഇല്ല, അവൻ എവിടാന്ന് എനിക്കറിയാം. തള്ള പറയുന്നത് എനിക്കറിയില്ല അവൻ എവിടാന്ന്. അങ്ങനെ പറഞ്ഞത് ശരിയാണോ? ഒരു മകൻ എവിടെയാണ് ഇത്രയും വർഷമായിട്ട് ഒരു അമ്മയ്ക്ക് അറിയത്തില്ലേ? ഞങ്ങൾ ഇവിടുന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. നീതി വേണം, നമുക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. മാത്രമല്ല ഇവന് പലരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നാട്ടിൽ ഇരുന്നുകൊണ്ട്, നാട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് പലരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ ഇവന്റെ പേരിൽ ഇവന്റെ പൈസ ഇവന് പറ്റിച്ചിട്ട് എത്രയോ ആളുകൾ കൈവന്ന് ലക്ഷങ്ങളാണ് ഇവൻ മേടിച്ചു പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടിയും പിന്നെ പല രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ രക്ഷപ്പെടില്ല. ഇവൻ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. എല്ലാവരും ഈ നമ്പറിൽ വിളിച്ചാലും മതി, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാലും മതി. അതുപോലെ ഞങ്ങൾ എല്ലാ വാതിലും മുട്ടിയിട്ടാണ് ഇവിടെ. എല്ലാ വാതിലും ഞങ്ങൾ മുട്ടി, എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയി. മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി, പിന്നെ അതുപോലെ തന്നെ സ്പീക്കറുടെ അടുത്ത് പോയി, പിന്നെ ഞങ്ങളെ നാട്ടിലുള്ള ഓരോ പ്രവർത്തകന്മാരുടെ അടുത്ത്, ഇതെല്ലാം പോയിട്ട് ഞങ്ങൾക്ക് ഒരു നീതി കിട്ടാത്ത അവസ്ഥയിൽ ഞങ്ങള് ഈ അവസ്ഥയിലാകാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കാൻ വേണ്ടി തയ്യാറായത്. രാഷ്ട്രീയത്തിൽ അത്രത്തോളം സ്വാധീനം ഉണ്ടോ ഈ അൻസലിന്? രാഷ്ട്രീയത്തിൽ സ്വാധീനം ഇല്ലെങ്കിൽ അവനെങ്ങനെ ഇങ്ങനെ ചെയ്യും? ഇപ്പൊ എല്ലാ പാർട്ടിക്കാരും ഒരേപോലെ സഹായിക്കണമെങ്കിൽ, അതായത് ഇവന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവന്റെ പേരിൽ വരുന്ന ഓരോ കേസുകൾക്കും അവര് പറയുന്ന റിപ്പോർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോള് വന്നിന്, പോലീസുകാർ പറയുന്നതാണത്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോള് വന്നിന്. അപ്പൊ അവരെന്ത് ചെയ്യാൻ പറ്റും? അവര് നമ്മളെ ഉപദ്രവിക്കാനല്ലാതെ അവർക്ക് വേറെന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇൻഷുറൻസുകാരെ ഉപദ്രവിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് തിരിച്ചടി കിട്ടും. ഞങ്ങൾ നീതി കിട്ടിയിട്ടേ ഇവിടുന്ന് പോകുള്ളൂ.